PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മളൊരു ട്രാക്കിലായി കഴിഞ്ഞു. ഇപ്പോൾ ദേ LDC പരീക്ഷയുടെ ഡേറ്റ് കൂടെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 27-നാണ് ആദ്യത്തെ എക്സാം. തിരുവനന്തപുരം ജില്ല. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ LDC മാത്രമല്ല, LP UP അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ ജൂലൈ മാസത്തിൽ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. LDCക്ക് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയത്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നാൾ മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരൊരു ട്രാക്കിലായിട്ടുണ്ടാവും. അവരിനി അതങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ്, PYQ ഡിസ്കഷൻ, റിവിഷൻ, എക്സാം എല്ലാം കണ്ടക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. തുടക്കക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ കണ്ടുവരാം. നമ്മൾ ഓരോ ദിവസത്തെയും ക്ലാസ്, ഇപ്പം നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് തലേ ദിവസം തന്നെ രാത്രി നിങ്ങൾക്ക് ഇട്ടുതരും. ഒരു ദിവസം 6 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഏതൊക്കെ സമയങ്ങളിലാണ് ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് എന്നുള്ളത് തലേ ദിവസം തന്നെ തരും. അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ നമ്മുടെ GK പോർഷൻസ് SCRT NCRT ബേസ് ചെയ്തും ടോപ്പിക് വൈസ് ആയിട്ടും എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ്, PYQ ഡിസ്കഷൻ, കലാകായിക, സാഹിത്യ, സംസ്കാരം എന്ന് പറയുന്ന മേഖല, ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 6 ക്ലാസ്സുകളിലായിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഇനി അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു രീതിക്കാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ പഠിക്കുന്ന GK പോർഷൻസ്, ആ ഭാഗത്തു നിന്നുള്ള PYQ നമ്മൾ രാത്രി 8 മണിക്ക് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കലാകായിക, സാഹിത്യ, സംസ്കാരം എല്ലാവർക്കും പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ കൂടെയാണ്. അപ്പോൾ അത് നമ്മൾ ചെറിയ കണക്ഷൻസും കോഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പിന്നീട് കാണാതിരുന്ന് പഠിക്കേണ്ട, സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, വിജയം ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നമ്മളിപ്പോൾ SCRT പാഠഭാഗങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പൊതുചെലവും പൊതുവരുമാനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. എക്കണോമിക്സിൻ്റെ ഭാഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൊതുചെലവും പൊതുവരുമാനവും എന്ന് പറയുന്ന SCRT പാഠഭാഗത്തിലോട്ട് കടക്കാം. നോക്കുക, ഇതാണ് 5ാമത്തെ ചാപ്റ്റർ. പൊതുചെലവും പൊതുവരുമാനവും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കുക, പട്ടാളക്കാരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോളേജിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇവിടെ നോക്കൂ, എന്താണ് പെൻഷൻ അല്ലേ, കുടിവെള്ള വിതരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്, അതായത് സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് അല്ലേ. ഇവിടെ നോക്കുക, കുടിവെള്ള വിതരണം, ക്ഷേമ പെൻഷൻ വിതരണം, പരിസ്ഥിതി സംരക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾക്ക്, സർക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എന്താവശ്യമാണ്? പണം ആവശ്യമാണ് അല്ലേ. സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പണം ആവശ്യമാണ്. സർക്കാരിൻ്റെ ചെലവുകളാണ് പൊതുചെലവ് എന്നറിയപ്പെടുന്നത്. സർക്കാരിൻ്റെ ചെലവുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പൊതുചെലവ് എന്നറിയപ്പെടുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെലവും വർദ്ധിക്കും. അപ്പോൾ ഇന്ത്യയുടെ പൊതുചെലവ് 2010-11 മുതൽ 2016 മുതൽ 17 വരെ എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് ഉയർന്നു പോകുന്നത് കണ്ടോ. പൊതുചെലവ് കൂടി വരികയാണ് ചെയ്യുന്നത്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ പൊതുചെലവിൻ്റെ വർധനവാണ് കാണിക്കുന്നത്. പൊതുചെലവുകളെ വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. പൊതുചെലവുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? വികസന ചെലവുകൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും വികസനേതര ചെലവുകൾ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായിട്ട് തിരിക്കാം. റോഡ്,
പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളെയാണ് വികസനേതര ചെലവുകൾ. അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് റോഡ്, പാലം, തുറമുഖം, അല്ലെ, പുതിയ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് വികസന ചെലവുകളായിട്ട് കണക്കാക്കപ്പെടുന്നു. യുദ്ധം, പലിശ, പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകളെയാണ് വികസനേതര ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പൊതു ചെലവുകൾ രണ്ട് തരത്തിലുണ്ട്, വികസന ചെലവുകളും വികസനേതര ചെലവുകളും. റോഡ്, പാലം, തുറമുഖം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവയെല്ലാമാണ് വികസന ചെലവുകൾ. യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ വികസനേതര ചെലവുകളാണ്. ഇനി നമുക്ക് ഗ്രാഫ് നോക്കിയപ്പോൾ മനസ്സിലായി ഇന്ത്യയുടെ പൊതുചെലവിൽ ക്രമാനുഗതമായിട്ടുള്ള വർധനവാണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പൊതുചെലവ് വർദ്ധിക്കുന്നത്? ഉദാഹരണമായിട്ട് ജനസംഖ്യാ വർധനവ് സർക്കാരിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് ജനസംഖ്യ കൂടി എന്ന് വിചാരിക്കുക. ജനസംഖ്യ കൂടുമ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം തുടങ്ങിയവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ, ആൾ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ മറ്റു ചില കാരണങ്ങളാണ് പറയുന്നത്. പ്രതിരോധ ചെലവിൻ്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സർക്കാരിൻ്റെ പൊതുചെലവ് വർദ്ധിക്കുന്നത്. ജനസംഖ്യാ വർധനവ് വരുന്നുണ്ട്, പ്രതിരോധ ചെലവിൻ്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ പൊതുചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ചെലവുകൾ നടത്തണമെങ്കിൽ സർക്കാരിന് എന്ത് വേണം? വരുമാനം വേണം, അല്ലെ? ചെലവുകൾ നടത്തണമെങ്കിൽ സർക്കാരിന് വരുമാനം വേണം. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെയാണ് സർക്കാരിൻ്റെ വരുമാനമാണ് പൊതുവരുമാനം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനത്തെ പൊതുവരുമാനം എന്ന് പറയുന്നു. ഓക്കെ, ഇനി സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായും രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നികുതി വരുമാനം, രണ്ട് നികുതിയേതര വരുമാനം. ഓക്കെ, നികുതി വരുമാനം, രണ്ട് നികുതിയേതര വരുമാനം. ഇനി നികുതികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്, അല്ലെ? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നികുതി നൽകുന്നയാളെ എന്ത് വിളിക്കുന്നു? നികുതിദായകൻ എന്ന് വിളിക്കുന്നു. നികുതികൾ രണ്ടു വിധമുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. നികുതി രണ്ട് തരത്തിലുണ്ട്, പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പ്രത്യക്ഷ നികുതി നോക്കുക. ആരിലാണോ ഭൂനികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടയ്ക്കുന്നു, അല്ലെ? ഇപ്പം നമ്മുടെ മേലെ ഭൂനികുതി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ പോയിട്ടാണ് നികുതി അടയ്ക്കുന്നത്. ഇവിടെ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണ്. ഇത്തരം നികുതികളെയാണ് പ്രത്യക്ഷ നികുതി എന്ന് അറിയപ്പെടുന്നത്. അതായത് നികുതി ഭാരം നികുതിദായകർ തന്നെ വഹിക്കുന്നത് എന്നതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ട് നികുതി അടയ്ക്കുകയാണ്, അല്ലേ? അപ്പം അതിനെയാണ് പ്രത്യക്ഷ നികുതി എന്ന് നമ്മൾ പറയുന്നത്. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നതാണ് പ്രത്യക്ഷ നികുതി. ഇന്ത്യയിലെ പ്രധാന പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വ്യക്തിഗത ആദായ നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിളാണ്. വ്യക്തികളുടെ വരുമാനത്തിൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. വരുമാനം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നികുതി നിരക്ക് കൂടുന്നു. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി ബാധകമായിരിക്കുന്നത്. ഇന്ത്യയിൽ ആദായ നികുതി നിയമപ്രകാരം ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിക്കുന്നത്. പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തിഗത ആദായ നികുതി പിരിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. 1961 ആദായ നികുതി നിയമപ്രകാരം. അടുത്തത് കോർപ്പറേറ്റ് നികുതി. അടുത്ത പ്രത്യക്ഷ നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. അപ്പോൾ കമ്പനികളുടെ അറ്റ വരുമാനത്തിൽ
ഓക്കെ, കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അല്ലെങ്കിൽ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് എന്ത്? കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതിക്ക് 2 എക്സാമ്പിളാണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് പരോക്ഷ നികുതി. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. നേരത്തെ പറഞ്ഞു നികുതിദായകൻ തന്നെയാണ് നികുതി ഭാരം ഏറ്റെടുക്കുന്നത്. ഇവിടെ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതി ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതി. ഉദാഹരണമായിട്ട് വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ആ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നു. അല്ലെ, വിൽപ്പന നികുതി എന്ന് പറയുന്നത് ആദ്യം കച്ചവടക്കാരൻ ആരാണ് അവരുടെ മേലാണ് വരിക. അവരെന്ത് ചെയ്യും? അത് ആ ഉൽപ്പന്നം വാങ്ങിക്കുന്ന കൺസ്യൂമറുടെ കയ്യിൽ അല്ലെ ഉപഭോക്താവിലേക്ക് ഈ വിലയോടൊപ്പം നികുതി ഭാരവും കൂടെ കൈമാറുന്നു. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു. ഇതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി ചരക്ക് സേവന നികുതി നടപ്പിലാക്കി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പരോക്ഷ നികുതി നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നികുതിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റിന് വില നൽകുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് പരോക്ഷ നികുതി. നമ്മൾ അറിയാതെ തന്നെ ഇടനിലക്കാരായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നികുതി ഭാരം ചുമക്കുകയാണ്. അപ്പോൾ അതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാൻ വേണ്ടിയിട്ടും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തിയാണ് ചരക്ക് സേവന നികുതി നടപ്പാക്കി. ചരക്ക് സേവന നികുതി പരോക്ഷ നികുതിയാണ്. ഓക്കെ, ചരക്ക് സേവന നികുതി എന്താണ്? പരോക്ഷ നികുതിയാണ്. ചരക്ക് സേവന നികുതി അതായത് GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. ഓക്കെ, GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ പരോക്ഷ നികുതി അതിനെ ലളിതമാക്കുവാനും രാജ്യത്ത് ഒറ്റ നികുതി എന്ന് പറയുന്ന തത്വം നടപ്പാക്കുന്നതിനും വേണ്ടി ലക്ഷ്യമിട്ടിട്ടാണ് GST നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് GSTയെ കുറിച്ചാണ്. ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി അഥവാ GST എന്ന് പറയുന്നത്. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 കേട്ടോ, 2017 ജൂലൈ 1 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി അഥവാ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ഓക്കെ, ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർദ്ധനവ് ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇതെല്ലാമാണ് GSTയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ. ഇനി ചരക്ക് സേവന നികുതികൾ വിവിധ തരത്തിലുണ്ട്. നോക്കുക, സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും GST ചുമത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് സെൻട്രൽ GSTയും
സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് GST എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ GST തന്നെ രണ്ട് തരത്തിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ GST എന്നും സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നതിനെ സ്റ്റേറ്റ് GST എന്നും വിളിക്കുന്നു. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും എന്ത് ചെയ്യുന്നു? തുല്യമായിട്ട് വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തേണ്ടതില്ല. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തേണ്ടതല്ലേ എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്. അന്തർ സംസ്ഥാനങ്ങൾക്കുള്ളിൽ അല്ലെ, അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് GST എന്നാണ് അറിയപ്പെടുന്നത്. അന്തർ സംസ്ഥാനങ്ങൾക്കകത്ത് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് ആണ്. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് GST എന്നറിയപ്പെടുന്നത്. ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെൻറ് ആണ് നൽകുന്നത്. ഓക്കെ, ഇനി അടുത്തത് GST നിരക്കുകളാണ് പറയുന്നത്. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യ സാധനങ്ങൾക്കും GST നൽകേണ്ടതില്ല. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും എന്ത് കൊടുക്കേണ്ടതില്ല? GST നൽകേണ്ടതില്ല. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിട്ട് നികുതി നിരക്കുകൾ GSTയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 5, 12, 18, 28 എന്നിങ്ങനെ 4 സ്ലാബുകളിലായിട്ടാണ് നികുതി നിരക്കുകൾ GSTയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച ബില്ലാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ബില്ലിൽ നിന്നും താഴെ പറയുന്നത് കണ്ടെത്താമോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. ഇവിടെ GST കൗൺസിൽ, GST സമിതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, കേന്ദ്ര ധനകാര്യ മന്ത്രി ചെയർമാനായ GST സമിതിയിൽ, അപ്പോൾ GST സമിതിയുടെ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രി ചെയർമാനായ GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളാണ്. സമിതി താഴെ പറയുന്ന കാര്യങ്ങളിൽ ശുപാർശകൾ നൽകുന്നുണ്ട്. അപ്പോൾ GST സമിതി എന്തിലൊക്കെയാണ് ശുപാർശകൾ നൽകുന്നത്? GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ. GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ എന്നിവയിൽ ശുപാർശ സമർപ്പിക്കാം. അതുപോലെ തന്നെ GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയാണ് GST സമിതി എന്ത് ചെയ്യേണ്ടത്? ശുപാർശകൾ നൽകേണ്ടത്. ഒന്നുകൂടെ വായിക്കാം. GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ, GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. ഇനി നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത ഉൽപ്പന്നങ്ങൾ ഏതാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. പെടാത്തത് ഏതൊക്കെയാണ്? GSTയിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പെടാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, ഇതെല്ലാം GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സർചാർജും സെസ്സും നോക്കാം. എന്താണ്? നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന 2 സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. അപ്പോൾ എന്താണ് സർചാർജ് എന്ന് നോക്കാം. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജ് ആയിട്ട് ഈടാക്കുന്നത്. എന്തായിട്ട് ഈടാക്കുന്നത്? സർചാർജ് ആയിട്ട് ഈടാക്കുന്നത്.
സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. സർചാർജ് എന്ന് പറഞ്ഞാൽ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണെന്ന് പറഞ്ഞു. സെസ് എന്താണ്? സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസം വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനൊരു ഉദാഹരണമാണ്. സർക്കാരിൻ്റെ നികുതി വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ. അപ്പം സെസ്സിന് ഉദാഹരണം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്? വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ്. അത് എന്താണ്? ഇതിനൊരു ഉദാഹരണമാണ് എന്നുള്ളത്, സെസ്സിന് ഉദാഹരണമാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി നമ്മളിപ്പോൾ എന്താണ്? സർക്കാരിൻ്റെ നികുതി വരുമാനത്തെക്കുറിച്ച് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികൾ. ഇവിടെ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. ഇനി സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതി ഏതൊക്കെയാണ്? ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. ഇനി തദ്ദേശ സ്വയംഭരണ സർക്കാരിൻ്റെതാണ് വസ്തുനികുതി, തൊഴിൽ നികുതി. വസ്തുനികുതി, തൊഴിൽ നികുതി. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സായിട്ടുള്ള നികുതികളെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നികുതി ഇതര വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം ഫീസ്. എന്താണ്? സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഈടാക്കുന്ന തുകയാണ് ഫീസ് എന്ന് പറയുന്നത്. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് തുടങ്ങിയവ എന്താണ്? ഫീസിൽ വരുന്നതാണ് അല്ലേ. നികുതി അല്ലാതെ നികുതി ഇതര വരുമാന സ്രോതസ്സുകളാണ് പറയുന്നത്. അതിലാദ്യം വരുന്നതാണ് ഫീസ് എന്ന് പറയുന്നത്. അതായത് സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണ് അല്ലേ. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് ഇതെല്ലാം ഫീസിൽ വരുന്നതാണ്. അടുത്തത് ഫൈനുകളും പെനാൽറ്റികളും. എന്താണ്? നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. ഫൈനുകൾ അതുപോലെ തന്നെ പെനാൽറ്റികൾ ഇതും എന്താണ്? നികുതി ഇതര വരുമാന സ്രോതസ്സാണ്. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് എന്ത്? ഫൈനുകളും പെനാൽറ്റികളും. അടുത്തത് ഗ്രാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് നമ്മൾ ഗ്രാന്റുകൾ എന്ന് പറയുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഗ്രാന്റുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായത്തെയാണ് ഗ്രാന്റുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് ഗ്രാന്റുകൾ നൽകുന്നു. ഇനി അടുത്ത നികുതിയിതര വരുമാനമാണ് പലിശ എന്ന് പറയുന്നത്. അതായത് സർക്കാർ വിവിധ സംരംഭകർക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു അല്ലെ. സർക്കാർ എന്ത് ചെയ്യും? വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കൊക്കെ എന്താണ്? വായ്പകൾ നൽകും. അപ്പോൾ അവരെന്താണ്? പലിശ അടയ്ക്കും. അപ്പോൾ ആ ഒരു പലിശ എന്ന് പറയുന്നത് നികുതി ഇതര വരുമാനങ്ങൾക്ക് എക്സാമ്പിളാണ്. അടുത്തത് ലാഭം എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. ഉദാഹരണം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ്? നികുതി വരുമാനങ്ങളും നികുതി ഇതര വരുമാനങ്ങളും നമ്മൾ പഠിച്ചു. പൊതുവരുമാനം ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ സർക്കാരുകൾ എന്ത് ചെയ്യാറുണ്ട്? കടം വാങ്ങാറുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ വരുമാന മാർഗങ്ങളെല്ലാം പറഞ്ഞു. ഈ വരുമാന മാർഗത്തിൽ നിന്നുമൊക്കെ വരുമാനം കിട്ടിയെങ്കിലും അത് തികയാതെ വരുന്ന സമയത്ത് സർക്കാരുകൾ എന്ത് ചെയ്യും? കടം വാങ്ങാറുണ്ട്. അപ്പം സർക്കാരിൻ്റെ കടത്തെയാണ് നമ്മൾ പൊതുകടം എന്ന് പറയുന്നത്. അപ്പം സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നറിയപ്പെടുന്നു. അപ്പം നമ്മൾ രാജ്യത്തിനകത്ത് നിന്നാണ് വായ്പകൾ എടുക്കുന്നതെങ്കിൽ അതിനെ ആഭ്യന്തര കടമെന്നും, രാജ്യത്തിന് പുറത്തു നിന്നാണ് വായ്പകൾ എടുക്കുന്നതെങ്കിൽ അതിനെ വിദേശ കടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആഭ്യന്തര കടം നോക്കുക. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. വിദേശ കടമാണെങ്കിലോ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 2012-13 മുതൽ 2017-18 വരെയുള്ള ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ കടങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ആഭ്യന്തര കടം, വിദേശ കടം നമുക്ക് ഇങ്ങനെ എന്താണ് ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക.
അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്ത്യയിൽ പൊതുകടം വർദ്ധിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുകടം നോക്കുക, അത് എവിടെ അങ്ങനെ വന്നിട്ട് കൂടിക്കൊണ്ടാണ് വരുന്നത് അല്ലേ, വർദ്ധിച്ചാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൊതുകടം വർദ്ധിക്കാനായിട്ട് കാരണം? എന്തൊക്കെയാണ്? പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ. ഓക്കെ, പൊതുകടം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, ജനസംഖ്യാ വർധനവ്, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവയാണ്. ഇനി അടുത്തത് പൊതുധനകാര്യം. അപ്പോൾ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുധനകാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, പൊതുധനകാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തിലൂടെയാണ് പ്രതിപാദിക്കുന്നത്? ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് ബജറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് എന്ത്? ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ബജറ്റുകൾ 3 തരത്തിലുണ്ട്. ഓക്കെ, 3 തരം ബജറ്റുകളുണ്ട്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. ഓക്കെ, ബജറ്റുകൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? മിച്ച ബജറ്റ് ഉണ്ട്. ഓക്കെ, മിച്ച ബജറ്റ് ഉണ്ട്, കമ്മി ബജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സന്തുലിത ബജറ്റ് ഉണ്ട്. അങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പോൾ അതിലെ സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബജറ്റ്. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റിനെ മിച്ച ബജറ്റ് എന്ന് പറയുന്നു. വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ളതിനെ മിച്ച ബജറ്റ് എന്ന് പറയുന്നു. ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ എന്താണ്? അതിനെ കമ്മി ബജറ്റ് എന്ന് പറയുന്നു. നമുക്കറിയാം, ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ മിച്ച ബജറ്റ് എന്ന് പറയുന്നു. ചെലവ് വരുന്ന വരുമാനത്തെക്കാളും കൂടുതലാണ് ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാകുമോ അവിടെ നമ്മുടെ കയ്യിൽ? ഇല്ല. അപ്പോൾ അവിടെ അതിനെ കമ്മി ബജറ്റ് എന്ന് പറയുന്നു. വരുമാനവും ചെലവും തുല്യമായിട്ട് വരുന്ന ബജറ്റിനെ എന്ന് പറയുന്നു? സന്തുലിത ബജറ്റ് എന്ന് പറയുന്നു. അങ്ങനെ 3 തരത്തിലുള്ള ബജറ്റാണ് ഉള്ളത്. ഇവിടെ 2017-18 കാലയളവിൽ ഉള്ള ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന എന്താണ് ചെലവിനങ്ങൾ പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ കേന്ദ്ര ബജറ്റ് 2017-18 പ്രധാന വരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രം. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് അതേപോലെ തന്നെ ഈ ഒരു എന്താണ് ഡയഗ്രം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേന്ദ്ര ബജറ്റ് 2017-18 അനുസരിച്ച് ഏറ്റവും കൂടുതൽ എന്താണ് വരുമാനം ഉണ്ടായിരുന്നത് ഏത് എന്താണ് നികുതിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര ബജറ്റ് 2017-18 നികുതി വരുമാനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഏതാണ് നോക്കുക. ബ്ലൂ കളറിൽ കൊടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പാർട്ട് അല്ലേ. ഇതാണ് ഏറ്റവും കൂടുതൽ. അതേതാണ്? കോർപ്പറേറ്റ് നികുതിയാണ് അല്ലേ. അപ്പോൾ കേന്ദ്ര ബജറ്റ് 2017-18 പ്രധാന വരുമാന മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 2017-18 ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഏതിലാണ്? ഏത് നികുതിയാണ്? കോർപ്പറേറ്റ് നികുതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് വ്യക്തി ആദായ നികുതി അല്ലേ. അത് കഴിഞ്ഞ് ഏതാണ് വരുന്നത്? ഈ ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? GST ആണ്. ദെൻ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് എക്സൈസ് നികുതിയാണ്. യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് കസ്റ്റംസ് തീരുവയാണ്. മറ്റു നികുതികളാണ് ഈ എന്താണ് ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? കോർപ്പറേറ്റ് നികുതിയാണ്. അപ്പോൾ ഈ വർഷം ഇതുപോലെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പരീക്ഷയ്ക്ക്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര ബജറ്റ് 2017-18 ഏറ്റവും കൂടുതൽ നികുതി വരുമാനം വന്നത് ഏത് നികുതിയിൽ നിന്നാണ്? കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ്. ഓക്കെ, കോർപ്പറേറ്റ് നികുതി. ഇനി കേന്ദ്ര ബജറ്റ് 2017-18 നികുതി ഇതര വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിൽ നിന്നാണ് എന്നുള്ളത് നോക്കുക. ഏതാണ്? റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. റെഡ് എന്താണെന്ന് അറിയോ? ലാഭമാണ്. ഓക്കെ, ലാഭത്തിൽ നിന്നാണ് എന്ത് വരുന്നത്?
കേന്ദ്ര ബജറ്റ് 2017-18 നികുതി ഇതര വരുമാനം ഏറ്റവും കൂടുതൽ വരുന്നത് ലാഭമാണ്. നികുതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? കോർപ്പറേറ്റ് നികുതിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ധനനയം. ഓക്കെ, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? അതായത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ഓക്കെ, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് എന്ത്? ധനനയം എന്ന് പറയുന്നത്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ധനനയം രാജ്യ പുരോഗതിയെ സ്വാധീനിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുവാനും വളർച്ച കൈവരിക്കുവാനും നല്ല ധനനയം സാധിക്കുന്നു. ധനനയത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ധനനയം സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വിലക്കയറ്റത്തെയും വില ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ധനനയം സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വിലക്കയറ്റത്തെയും വിലച്ചുരുക്കത്തെയും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് വിലക്കയറ്റ സമയത്ത് നികുതി വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഓക്കെ, വില കൂടുന്ന സമയത്ത് എന്താണ്? നികുതി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് ജനങ്ങൾ എന്താണ്? വാങ്ങാനായിട്ട് തയ്യാറാവില്ല അല്ലേ? അപ്പം ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഉദാഹരണത്തിന് നികുതി 10% 20% ഉയർത്തി എന്ന് കരുതുക. അപ്പോൾ 100 രൂപയ്ക്ക് 20 രൂപ നികുതി നൽകണം. ബാക്കി 80 രൂപയെ ഉപഭോഗത്തിന് വിനിയോഗിക്കാൻ കഴിയൂ. അതായത് 90 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാൾക്ക് 80 രൂപയ്ക്ക് മാത്രമേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സാധനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടാതെ വരുമ്പോൾ വില കുറഞ്ഞ പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ വിലച്ചുരുക്ക സമയത്ത് നികുതി കുറയ്ക്കുന്നു. ഇത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നു. ഇതിൻ്റെ ഫലമായി വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കുന്നു. അങ്ങനെ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമാവുന്നു. ധനനയത്തിൻ്റെ ശരിയായ പ്രയോഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സർക്കാരിന് പ്രയോജനപ്രദമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ധനനയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം എന്നുള്ളത്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. 10ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്ററാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്നത്. ആ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും, SCERT പാഠഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. നോക്കുക, ഇതാണ് 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയുടെ 2ാമത്തെ ടെക്സ്റ്റിൽ വരുന്നതാണ് 9ാമത്തെ ചാപ്റ്റർ, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എക്കണോമിക്സിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾറെഡി ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് ഇതുകൂടെ ഈ ക്ലാസ്സും കൂടെ കാണുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ് റൂം സെഷനും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിന് ശേഷം നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നുള്ളതാണ് ചാപ്റ്റർ. ആദ്യം തന്നെ നമുക്ക് നോക്കാം, ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനമായിട്ടുള്ള ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നമാണിത്. ഇവിടെ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? എന്തിൻ്റെ ചിഹ്നമാണ്? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ അല്ലെ, ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള സ്ഥാപനമായിട്ടുള്ള ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നമാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ഭാരതീയ റിസർവ് ബാങ്കിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ കേന്ദ്രമാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഓക്കെ, ഇന്ത്യയുടെ കേന്ദ്രമാണ് എന്താണ്? കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. ഈ സ്ഥാപനം 1935 സ്ഥാപിതമായി. ഭാരതീയ റിസർവ് ബാങ്ക് എപ്പോഴാണ് സ്ഥാപിതമായത്? 1935 ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 1. നോട്ട് അച്ചടിച്ചിറക്കൽ.
വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഓക്കെ, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. അപ്പോൾ ആദ്യം അതിന് ഓരോ ഫംഗ്ഷനായിട്ട് നമുക്ക് പഠിക്കാം. നോട്ട് അച്ചടിച്ചിറക്കൽ. ഏതൊക്കെ നോട്ടുകളാണ് നിലവിൽ ഉപയോഗത്തിലുള്ളത്? 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഓക്കെ, 1 രൂപയുടെ നോട്ട് ഒഴികെ ബാക്കിയുള്ളതെല്ലാം അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നു. ഓക്കെ, നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നു. അത് ഓർത്ത് വയ്ക്കുക. ഇനി വായ്പ നിയന്ത്രിക്കൽ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ അല്ലെങ്കിൽ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ അല്ലെങ്കിൽ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നത്? പണത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. എങ്ങനെയാണ്? പലിശ നിരക്കിൽ വായ്പയുടെ നിയന്ത്രണം കൊണ്ടുവരുന്നത് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു, അല്ലെ? പലിശ നിരക്ക് കുറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേരും വായ്പ എടുക്കുക. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ മതി. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് നോക്കുക, സർക്കാരിൻ്റെ ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഓക്കെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് എന്ത് ചെയ്യുന്നു? വായ്പ നൽകുകയും മറ്റ് ബാങ്ക് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ബാങ്കായിട്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഇനി ബാങ്കുകളുടെ ബാങ്ക് നോക്കുക. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് ആര്? റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഓക്കെ, എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുക, ബാങ്കുകൾക്ക് ഉപദേശം നൽകുക എന്നിവയെല്ലാം ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അവസാന ആശ്രയം ആരാണ്? റിസർവ് ബാങ്ക് ആണ്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, ഇപ്പോൾ റിസർവ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ധനകാര്യ സ്ഥാപനങ്ങളാണ്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് എന്ത്? ധനകാര്യ സ്ഥാപനങ്ങൾ. ഓക്കെ, നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ബാങ്കുകളും ഉണ്ട്, ബാങ്ക് ഇതര സ്ഥാപനങ്ങളും ഉണ്ട്. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 4 ബാങ്കുകളെ തിരിച്ചിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ബാങ്കിതര സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ബാങ്കിതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബാങ്കുകൾ നോക്കുക. ഏതെങ്കിലും ബാങ്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് അറിയാം അല്ലേ, നമ്മുടെ ഇഷ്ടം പോലെ കനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, ഇഷ്ടം പോലെ ബാങ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. എന്താണ് ബാങ്കുകൾ?
പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വായ്പകൾ നൽകുക. ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. ബാങ്കുകളുടെ ഫംഗ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, നിക്ഷേപങ്ങൾ സ്വീകരിക്കും. വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ എന്താണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും, അത് വായ്പയായിട്ട് നൽകുന്നു. ദെൻ വായ്പാ തുക എന്ത് ചെയ്യുന്നു, പലിശയോടെ തിരികെ വാങ്ങുന്നു. നിക്ഷേപ തുക പലിശയുടെ കൂടെ എന്താണ്, തിരികെ നൽകുന്നു. അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് പലിശ നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ അതുപോലെ വായ്പ നൽകുമ്പോൾ അവയ്ക്ക് പലിശ ചുമത്തുന്നു, അതും നമ്മൾ കണ്ടു. വായ്പയ്ക്ക് ചുമത്തുന്ന പലിശ നിരക്ക് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, വായ്പയ്ക്ക് ചുമത്തുന്ന പലിശ നിരക്ക്, അല്ലെങ്കിൽ നമ്മൾ വായ്പ എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് നമുക്ക് നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശയേക്കാളും കൂടുതലാണ് വരിക. ഓക്കെ, ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. എപ്പോഴാണ് ആരംഭിച്ചത്, 1770 ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് നോക്കുക. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം. ആദ്യഘട്ടം ഏതാണ്, 1770 മുതൽ 1969 വരെയുള്ള ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം. ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പോൾ 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം. ഈ ആദ്യഘട്ടത്തിൽ ഏതൊക്കെ ബാങ്കുകളാണ്, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു. ഓക്കെ, ആദ്യഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും എങ്ങനെയായിരുന്നു, സാവധാനമായിരുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, 1969 മുതൽ 90 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം കുറച്ച് വേഗത്തിലായി. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാടാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചത്. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ഓക്കെ, ദേശസാൽകൃത ബാങ്കായിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്തത് 1991 മുതലുള്ള മൂന്നാം ഘട്ടമാണ് പറയുന്നത്. ഓക്കെ, 91 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം മറ്റനേകം സേവനങ്ങൾ നടപ്പാക്കി. വേഗം, അതായത് സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ട വികസനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ മൂന്നാം ഘട്ടത്തിലാണ് ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ വന്നിട്ടുള്ള ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്.
പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ പ്രകടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള SBIയിൽ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? SBI ആണ്. SBIയിൽ 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ലയിപ്പിച്ചു. അപ്പോൾ 2017 ഏപ്രിൽ 1 SBI ബാങ്കിൽ ലയിപ്പിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവയാണ്. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ 4 തിരിക്കാം. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇവിടെ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കാനറ ബാങ്ക്, ദേന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, വിജയ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബാങ്കുകളെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് വാണിജ്യ ബാങ്കുകളാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കുറിച്ചാണ്. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുന്നു? വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ത് ചെയ്യുന്നു? വായ്പകൾ നൽകുകയും ചെയ്യുന്നതിനെയാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാണിജ്യ ബാങ്കുകളിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളും ഉണ്ട്, സ്വകാര്യ മേഖലാ ബാങ്കുകളും ഉണ്ട്. സ്വകാര്യ ബാങ്കുകളിൽ വരുന്നത് സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളുണ്ട്, സ്വകാര്യ വിദേശ ബാങ്കുകളുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥതയിൽ പൂർണ്ണമായും സർക്കാരിനാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത നമ്മൾ പറഞ്ഞു. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളും ഉണ്ട്, സ്വകാര്യ മേഖലാ വാണിജ്യ ബാങ്കുകളും ഉണ്ട് അല്ലേ, 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത ആർക്കായിരിക്കും? സർക്കാരിനായിരിക്കും. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും കൂടെ ചേർന്നതാണ് എന്ത്? പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. ഇനി സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത ആർക്കാണ്? സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇവ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾക്കാണ് ഇതിൻ്റെ ഉടമസ്ഥത, പക്ഷേ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്താണ്? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം എവിടെയാണ്? വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളെയാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നതാണ്.
ഇപ്പോൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ, ഇപ്പോൾ വാണിജ്യ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡിവിഷൻ പറഞ്ഞു, പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളും സ്വകാര്യ മേഖലാ വാണിജ്യ ബാങ്കുകളും പറഞ്ഞു അല്ലേ. ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ധർമ്മം എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം അല്ലേ. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നു? പലിശ നൽകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട്. എന്താണ്? വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെ തരത്തിലാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പഠിക്കുന്നതാണ് നിക്ഷേപങ്ങൾ. ആ നിക്ഷേപം എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സമ്പാദ്യ നിക്ഷേപമാണ്. നോക്കുക, സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ്. ആ പേര് പോലെ തന്നെയാണ്, സമ്പാദ്യ നിക്ഷേപം. നമ്മുടെ സമ്പാദ്യം നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുന്നത് അല്ലേ. നമ്മുടെ സമ്പാദ്യം കൊണ്ടായിട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പലിശയാണ് നൽകുന്നത്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്ന്, എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുമുള്ള കാര്യത്തിൽ പല ബാങ്കുകളും പല രീതി സ്വീകരിച്ചു കാണാറുണ്ട്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപക തുകയുടെയും പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ടാകും അല്ലേ. നമുക്ക് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നമ്മൾ എത്രത്തോളം തുക നിക്ഷേപിച്ചു, പിൻവലിച്ച തുക എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ. നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് സഹായിക്കുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം. അടുത്തത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് എന്ത്? പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം തന്നെ നമുക്ക് പണം നിക്ഷേപിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നതിനെയാണ് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ നിക്ഷേപത്തിന് എന്താണ്? പലിശ ലഭിക്കുകയില്ല. പെട്ടെന്ന് തന്നെ ഇടാം, പെട്ടെന്ന് തന്നെ പിൻവലിക്കാം. അങ്ങനെയുള്ളത് ചെയ്യുന്നത് കൂടുതലും ആരാണ്? അത്യാവശ്യം നല്ല പണമൊക്കെ ഉള്ളവർ, വ്യവസായികൾ, വ്യാപാരികൾ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പ്രചലിത നിക്ഷേപത്തിലേക്ക് വരുന്നത്. കറണ്ട് ഡെപ്പോസിറ്റിന് എന്ത് കിട്ടില്ല? പലിശ ലഭിക്കുകയില്ല. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തത് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കുക. ഓക്കെ, അപ്പോൾ നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് എന്ത് വരുന്നത്? പലിശ നിരക്ക്. എത്രത്തോളം വർഷത്തോട്ടാണ് നമ്മൾ ഇടുന്നത് അതിനനുസരിച്ചിട്ടാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? പണം പിൻവലിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കുകയും ചെയ്യും. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുൻപ് പണം പിൻവലിച്ചാൽ എന്ത് ചെയ്യില്ല? പലിശ നിരക്ക് കുറഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഓക്കെ, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ഫിക്സഡ് ആയിട്ട് പണം നിക്ഷേപിക്കുന്നു. പലിശ നിരക്ക് എന്ന് പറയുന്നത് ആ നിശ്ചിത കാലാവധിക്ക് മാത്രമാണ്. ആ നിശ്ചിത കാലാവധിക്ക് മുന്നേ നമ്മൾ പണം പിൻവലിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്ക് എന്ത് ചെയ്യും? നമുക്ക് കുറയുകയാണ് ചെയ്യുക. കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ പറഞ്ഞ പലിശ നിരക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് എന്താ? സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. പേര് പോലെ തന്നെയാണ്, ഓരോ മാസവും ആവർത്തിച്ചിട്ട് അല്ലേ. ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക വീതം എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക കാലയളവിലേക്ക്, ഇപ്പോൾ ഒരു 10 വർഷക്കാലത്തേക്ക് എല്ലാ മാസവും നമ്മൾ ഇത്ര രൂപ വെച്ച് നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സമ്പാദ്യ നിക്ഷേപം എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ പലിശ നിരക്ക് എവിടെ ലഭിക്കുന്നുണ്ട്? ആവർത്തിത നിക്ഷേപത്തിന്, റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും. ഓക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ പലിശ നിരക്ക് കുറവും സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ, സേവിങ്സ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതലുമായിരിക്കും ആവർത്തിത നിക്ഷേപത്തിന്, റിക്കറിംഗ് ഡെപ്പോസിറ്റിന് പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
നിക്ഷേപ തുക കാലാവധി തീരുന്നതിന് മുൻപ് പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയുക തന്നെ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആവർത്തിത നിക്ഷേപം. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ്. ഒന്നാമത്തെ ധർമ്മം നിക്ഷേപമാണ് അല്ലേ. ഒന്നാമത്തെ ധർമ്മം എന്താണ്? നിക്ഷേപമാണ്. ആ നിക്ഷേപം 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപം. അപ്പോൾ ഇങ്ങനെ വരുന്ന 4 തരത്തിലുള്ള നിക്ഷേപം നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അടുത്ത ഒരു ഫംഗ്ഷനാണ്, വാണിജ്യ ബാങ്കുകളുടെ അടുത്ത ഫംഗ്ഷനാണ് എന്ത്? വായ്പകൾ നൽകൽ. ഓക്കെ, ലോൺ നൽകുക എന്ന് പറയുന്നത്. അതായത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുക എന്ത് ചെയ്യും? പൊതുവെ ബാങ്ക് വായ്പയായിട്ട് നൽകുന്നു അല്ലെ. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് പൊതുവെ ബാങ്ക് വായ്പയായിട്ട് നൽകുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ പലതരം വായ്പകൾ നൽകുന്നു. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള വായ്പകൾ നൽകുന്നുണ്ട്. നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക്. നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അടയ്ക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കുറച്ചു കാലത്തേക്ക് പൈസ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശ നിരക്കിനേക്കാളും കൂടുതലാണ് നമ്മൾ ലോൺ അടയ്ക്കുമ്പോഴുള്ള പലിശ നിരക്ക്. വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ എന്ത് വരും? വ്യത്യാസം വരും അല്ലെ. വായ്പ നമ്മൾ എത്ര കാലത്തേക്കാണ് എടുക്കുന്നത്, വായ്പയുടെ ആവശ്യം എന്താണ്, അതിനനുസരിച്ചിട്ടൊക്കെ വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും. സാധാരണയായിട്ട് വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചുകൊണ്ടാണ് നൽകുന്നത് അല്ലെ. ആധാരം അല്ലെങ്കിൽ സ്വർണം അങ്ങനെയുള്ള ഈടൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് വായ്പകൾ സാധാരണയായിട്ട് നൽകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈട് എന്ന് പറയുന്നത്? എന്തൊക്കെയാവാം? ഒന്ന്, ഭൗതിക ആസ്തികൾ, അതായത് സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ. ഇല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ. നമ്മൾ എത്രയെങ്കിലും വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് കാണിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? ലോൺ എടുക്കാം, വായ്പ എടുക്കാം. ശമ്പളപത്രം സ്വീകരിച്ചും സാലറി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചും എന്ത് ചെയ്യാറുണ്ട്? ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. ഇത്തരം ഈടുകൾ സ്വീകരിച്ച ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശമ്പളപത്രം, സാലറി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചും ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. ഇങ്ങനെ ഈടുകൾ സ്വീകരിച്ചിട്ട്, ഇങ്ങനെ ഭൗതിക ആസ്തികൾ, സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ശമ്പളപത്രങ്ങൾ, ഇങ്ങനെയുള്ള ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് എന്ത്? പണവായ്പ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് പണവായ്പ നൽകുന്നത്? കൃഷി ആവശ്യങ്ങൾക്ക്, വ്യവസായ ആവശ്യങ്ങൾക്ക്, വീട് നിർമ്മിക്കാൻ, വാഹനങ്ങൾ വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വായ്പ നൽകാറുണ്ട്. കൃഷി ആവശ്യങ്ങൾക്ക്, വ്യവസായ ആവശ്യങ്ങൾക്ക്, വീട് നിർമ്മിക്കാൻ, വാഹനങ്ങൾ വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെയാണ് വായ്പകൾ നൽകുന്നത്. ഇനി വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുവാനുള്ള അവസരമാണിത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട്, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ ആ തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുവാനുള്ള അവസരമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക. സാധാരണയായിട്ട് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുന്നത്. പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പണം ഇടുകയും നിക്ഷേപിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യവസായികൾ, വ്യാപാരികൾ, അവർക്കുള്ളതാണ് പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് വ്യവസായികൾ, വ്യാപാരികൾ പോലുള്ളവർ പണം ഇടുകയും പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യും? ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള തുകയേക്കാളും കൂടുതൽ കാശ് പിൻവലിക്കുവാനുള്ള അവസരമുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുവാനുള്ള അവസരം നൽകുന്നുണ്ട്. അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിന് ഒരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ആകെയുള്ള പണം 10,000 രൂപ ആണ് എങ്കിൽ ആ വ്യക്തിക്ക് 12,000 രൂപ ആവശ്യമായി വരുന്നുവെന്ന് കരുതുക. ബാങ്ക് 12,000 രൂപ നൽകാറുണ്ട്. അധികമായി നൽകിയ 2,000 രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്നറിയപ്പെടുന്നത്. അധിക തുകയ്ക്ക് എന്ത് ചെയ്യും? ബാങ്ക് പലിശ ഈടാക്കുന്നതാണ്. അപ്പോൾ ബാങ്കുകളുടെ അടിസ്ഥാനമായിട്ടുള്ള ധർമ്മങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അതിവിടെ ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത് ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കുക, ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളും. ബാങ്കുകൾ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം മറ്റു ചില സൗകര്യങ്ങളും സേവനങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന ചില സേവനങ്ങളാണ് പറയുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അതായത് സ്വർണം, സ്ഥലത്തിൻ്റെ ആധാരം മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളിലാണ് വായ്പകൾ നൽകുന്നത്, നിക്ഷേപം സ്വീകരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അതല്ലാതെ ബാങ്കുകൾ ചെയ്യുന്ന ധർമ്മങ്ങളാണ് പറയുന്നത്. നമ്മുടെ വിലപിടിപ്പുള്ള സ്വർണം, സ്ഥലത്തിൻ്റെ ആധാരം മുതലായവ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യുന്നു, ലോക്കർ സൗകര്യം ഉപയോഗിച്ച് സൂക്ഷിക്കുന്നു. അതും മിക്ക ബാങ്കുകളും ചെയ്യുന്ന ഒരു ധർമ്മമാണ്. സാധനങ്ങൾ സുരക്ഷിതമായി വച്ചിട്ടുള്ള ലോക്കറിൻ്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും. രണ്ടുപേരും കൂടി ചേർന്നാൽ മാത്രമേ ലോക്ക് തുറക്കാനാവുകയുള്ളൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്നും ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈടാക്കുന്നുണ്ട്. അപ്പോൾ ലോക്കർ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ആധാരം അല്ലെങ്കിൽ സ്വർണം പോലുള്ള സംഭവങ്ങൾ ലോക്കർ സംവിധാനത്തിൽ സൂക്ഷിക്കും. എന്നിട്ട് ഒരു താക്കോൽ ആരുടെ കയ്യിൽ, ഉടമസ്ഥൻ്റെ കയ്യിലും ഒരു താക്കോല് ബാങ്കിലും സൂക്ഷിക്കും. ഈ രണ്ട് താക്കോലും കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് ഈ ലോക്കർ തുറക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ട് ഈടാക്കാറുണ്ട്. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫംഗ്ഷനാണ്. പണം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാനായിട്ട് ഒരുക്കുന്ന സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് വേണമെന്നില്ല, അക്കൗണ്ട് വേണമെന്നില്ല. ബാങ്ക് നൽകുന്ന ഈ സേവനത്തിനായിട്ട് ബാങ്കിൽ നൽകേണ്ട അപേക്ഷാ ഫോം, ബാങ്ക് നൽകുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ മാതൃക എന്നിവയാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നുണ്ട്. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാനുള്ള ഒരു സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മെയിൽ ട്രാൻസ്ഫർ എന്താണ്, ലോകത്തിന് ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിനുള്ള സംവിധാനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാനായിട്ട് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് ATM. നമുക്കതറിയാം അല്ലേ, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ബാങ്കിൽ പോകാതെ തന്നെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് ATM എന്ന് പറയുന്നത്. ഇന്ന് മിക്ക ബാങ്കുകൾക്കും ഈ സൗകര്യമുണ്ട്. ഇപ്പോൾ ചില ബാങ്കുകളുടെ ATM വഴി പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും അവസരമുണ്ട്. ഇതിനായി ബാങ്ക് നൽകുന്നത് ATM ഡെബിറ്റ് കാർഡാണ്. പണം പിൻവലിക്കുവാനും പണം നിക്ഷേപിക്കുവാനും പറ്റും അല്ലേ നമുക്ക് ATM വഴി. അതിനുള്ളതാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ATM കാർഡിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ്, കാർഡിൻ്റെ നമ്പർ ഉണ്ടാവും, ബാങ്കിൻ്റെ പേരുണ്ടാവും, ബാങ്കിൻ്റെ എംബ്ലം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇനി നോക്കുക, പ്ലാസ്റ്റിക് മണി എന്താണ് എന്നുള്ളത്. പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാം. ഇത്തരം കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്. പണം കൈവശമില്ലാതെ തന്നെ നമുക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നതിനെയാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. ഇനി ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണം നഷ്ടപ്പെട്ട് പോയേക്കാവുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, കൗണ്ടറിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കുക. ATM പിൻ നമ്പർ മറ്റൊരാൾക്കും നൽകാതിരിക്കുക. പണം പിൻവലിച്ച ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക. ഈ രസീത് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ബാങ്ക് ഒരുക്കുന്നുണ്ട്. പണം കയ്യിൽ സൂക്ഷിക്കാതെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എന്ത് പറ്റും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ഉപയോഗിക്കാം. ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അക്കൗണ്ടിൽ പണമില്ലാതെ ഇത് ഉപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനായിട്ട് കഴിയും. നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാകും. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാകും. ഇതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ എടുക്കുന്നതിനുമുള്ള സേവനങ്ങൾ ബാങ്കുകൾ നൽകുന്നു. നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം നമ്മളിപ്പോൾ എല്ലാം ഫോണിലൂടെയാണല്ലേ ചെയ്യുന്നത്. ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ എടുക്കുന്നതിനുമുള്ള സംവിധാനം ബാങ്കുകൾ നൽകുന്നുണ്ട്. ആദ്യകാലത്ത് ട്രഷറികളിൽ കൂടി മാത്രം നടന്നിരുന്ന ചില സർക്കാർ പണമിടപാടുകൾ ഇപ്പോൾ ബാങ്കുകളിലൂടെ നടന്നു വരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ തുക ബാങ്ക് വഴി നൽകുന്നുണ്ട്.
ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ ബാങ്കുകൾ ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ടോ കമ്മീഷനായിട്ടോ എന്ത് ചെയ്യാറുണ്ട്? ഈടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അല്ലാതെ ബാക്കിയുള്ള ഫങ്ഷൻസ് അവിടെ നമ്മൾ കുറേ അധികം ടേമുകൾ പഠിച്ചു. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്രെഡിറ്റ് കാർഡിങ്, ഡെബിറ്റ് കാർഡ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ബാങ്കിങ് രംഗത്തെ ആധുനിക പ്രവണതകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. സാങ്കേതിക മികവോട് കൂടിയിട്ട് സേവനം നൽകുന്ന ബാങ്കുകളുടെ ചില പ്രത്യേക സവിശേഷതകളാണ് പറയുന്നത്. ഒന്നാമത്തേത് ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. എന്താണ് ഇ ബാങ്കിങ്? ബാങ്കുകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിങ് സേവനം ഏതു ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് എന്ത്? ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ബാങ്കിങ്, എല്ലായിടത്തും ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിങ് എന്നിവ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ഓക്കെ, എല്ലാ സമയത്തും ബാങ്കിങ്, എല്ലായിടത്തും ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിങ്, ഇതെല്ലാം ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ബാങ്കിങ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ഇതിന് ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടും നെറ്റ് ബാങ്കിങ് സൗകര്യവും മാത്രം മതിയാകും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് സഹായകമാകുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കുവാനും ബില്ലുകൾ അടയ്ക്കുവാനും കഴിയും. കുറഞ്ഞ സമയം മതിയാവും. ഇതിനുള്ള സർവീസ് ചാർജ് എന്താണ്? കുറവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക് ബാങ്കിങ് വഴിയുള്ള ചില സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, കോർ ബാങ്കിങ്. ഓക്കെ, കോർ ബാങ്കിങ് എന്താണെന്നുള്ളത് നോക്കാം. എല്ലാ ബാങ്കുകളുടെയും കോർ ബാങ്കിങ്ങിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നുള്ളതാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൽ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ എന്ത് ചെയ്യുന്നു? ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യമാണ് കോർ ബാങ്കിങ്. ഇതുവഴി ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വന്നു. ഇതോടെ ബാങ്കിങ് ഇടപാടുകൾ ലളിതമായി. ഈ സൗകര്യം ഉപയോഗിച്ച് ഒരു സ്ഥലത്തുള്ള വ്യക്തിക്ക് തൻ്റെ അക്കൗണ്ടിൽ നിന്ന്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തേക്ക് തൻ്റെ സുഹൃത്തിൻ്റെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അയക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ കോർ ബാങ്കിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ്? വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ്. ഓക്കെ, ബാങ്കുകളിൽ വരുന്നതാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞല്ലേ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സഹകരണ ബാങ്കുകളാണ്. നോക്കുക, സഹകരണ ബാങ്കുകൾ അഥവാ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഓക്കെ, സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന് പറയുന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണക്കാർക്ക് അതായത് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യാവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ആരൊക്കെയാണ്? കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. താഴെ പറയുന്നവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ. എന്തൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ഉദ്ദേശങ്ങൾ? ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇതെല്ലാമാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് തികച്ചും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നുള്ളതാണ്. ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യം.
കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്നും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ഉദ്ദേശങ്ങൾ? ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇതെല്ലാമാണ് സഹകരണ ബാങ്കുകളുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് വിവിധ തലങ്ങളിലുണ്ട്. ഓക്കെ, അതായത് സംസ്ഥാന സഹകരണ ബാങ്കുണ്ട്, ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്, പ്രാഥമിക സഹകരണ ബാങ്കുകളുണ്ട്. അപ്പം സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ്. ഓക്കെ, സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം, ഓക്കെ, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ താഴെ വരുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും എന്ത് നൽകുന്നു? സാമ്പത്തിക സഹായം നൽകുന്നു. അതാണ് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ജില്ലാ സഹകരണ ബാങ്ക് ആവുമ്പോഴോ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, ജില്ലാ സഹകരണ ബാങ്കുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. ജില്ലാ സഹകരണ ബാങ്കിന്റെ കീഴിൽ വരുന്നത് ആരാണ്? പ്രാഥമിക സഹകരണ ബാങ്കാണ്. അപ്പോൾ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളാണ്. അടുത്തത് പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവ്. ഓക്കെ, ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവ്. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു. ഓക്കെ, ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ. സംസ്ഥാന സഹകരണ ബാങ്ക് എന്താണ്? സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നത് സംസ്ഥാന സഹകരണ ബാങ്കാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സഹായവും ഉപദേശവും നൽകുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു. ഓക്കെ, ഇനി വാണിജ്യ ബാങ്കുകളെ പോലെ അടിസ്ഥാന ബാങ്കിംഗ് ധർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം സഹകരണ ബാങ്കുകൾ ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലും വസിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള വായ്പകൾ അനുവദിക്കുന്നുണ്ട്. വാണിജ്യ ബാങ്കുകളെ പോലെ അടിസ്ഥാന ബാങ്കിംഗ് ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപങ്ങൾ അല്ലെ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നുള്ള അടിസ്ഥാന ബാങ്കിംഗ് ധർമ്മങ്ങൾ കൂടാതെ തന്നെ ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലും വസിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള വായ്പകൾ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സഹകരണ ബാങ്ക് എന്താണെന്ന് പഠിച്ചു. ഇനി വികസന ബാങ്കുകളാണ്. ഓക്കെ, വാണിജ്യ ബാങ്ക് പഠിച്ചു, സഹകരണ ബാങ്ക് പഠിച്ചു. അടുത്ത ഡിവിഷനാണ് എന്ത്? വികസന ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് വികസന ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. അപ്പോൾ വികസന ബാങ്കുകൾ എന്തിനാണ് നൽകുന്നത്? വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ വായ്പകൾ നൽകുന്നുണ്ട്. പ്രധാനമായും വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണത്തിനും നവീകരണത്തിനും ദീർഘകാല വായ്പകളാണ് നൽകുന്നത്. ഇപ്പോഴെന്താണ്? കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഈ ബാങ്കുകൾ വായ്പകൾ നൽകുന്നുണ്ട്. വികസന ബാങ്കുകളുടെ ചില പ്രധാന സവിശേഷതകളാണ് പറയുന്നത്. ഒന്ന്, വിവിധ മേഖലകളുടെ, അതായത് കൃഷി, വ്യവസായം, വാണിജ്യം തുടങ്ങിയ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നു. അല്ലെ, ഈ മേഖലകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള ദീർഘകാല വായ്പകൾ നൽകുന്നതിലൂടെ വിവിധ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നുണ്ട് വികസന ബാങ്കുകൾ. അതുപോലെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നുണ്ട്. ഓക്കെ, എന്തിനൊക്കെയാണ്? വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നതും വികസന ബാങ്കുകളാണ്.
ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണേത്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, IFCI എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ വികസന ബാങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ബാങ്ക് ഏതാണ്? സവിശേഷ ബാങ്കുകൾ അല്ലെ. സവിശേഷ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് സവിശേഷ ബാങ്കുകൾ അഥവാ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചില പ്രത്യേക മേഖലകൾക്ക് വേണ്ടി മാത്രം എന്ത് നൽകുന്നു? സാമ്പത്തിക സഹായം നൽകുന്നു. ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ആര് ചെയ്തു വരുന്നുണ്ട്? ഇങ്ങനെയുള്ള ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ചെയ്തു വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ ചെയ്തു വരുന്നുണ്ട്. ഇനി ചില സവിശേഷ ബാങ്കുകളും അവയുടെ സവിശേഷതകളും എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വരാവുന്ന ഏരിയ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ സവിശേഷ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ആ പേര് പോലെ തന്നെയാണ്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ കയറ്റുമതി, ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറക്കുമതിയാണ് അല്ലേ. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി അല്ലെങ്കിൽ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നു? വായ്പകൾ നൽകുന്നതാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു സവിശേഷ ബാങ്കിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. ഏതാണ്? ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബി എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലെ. സിഡ്ബി അല്ലെങ്കിൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്ന ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. ഓക്കെ, പുതിയതായിട്ട് ഒരു ചെറുകിട വ്യവസായം തുടങ്ങുന്നതിനും അല്ലെങ്കിൽ വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കുവാനും വേണ്ടിയിട്ട് സഹായം നൽകുന്ന ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് എന്തിൻ്റെ ലക്ഷ്യം? ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്കിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ സിഡ്ബിയുടെ ലക്ഷ്യം എന്താണ്? ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു സവിശേഷ ബാങ്ക് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് നബാർഡ്. ഓക്കെ, നബാർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. ഓക്കെ, അപ്പോൾ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും ആരാണ്? നബാർഡാണ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നബാർഡ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സവിശേഷ ബാങ്കുകൾ. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അഥവാ സിഡ്ബി, നബാർഡ്. ഓക്കെ, ഇത് മൂന്നും അതിൻ്റെ സവിശേഷതകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി പ്രത്യേക ലക്ഷ്യത്തോടെ ബാങ്കിങ് രംഗത്തേക്ക് പുതുതായി ചില ബാങ്കുകൾ കടന്നു വന്നിട്ടുണ്ട്. ആ ബാങ്കുകളാണ് മഹിളാ ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, മുദ്ര ബാങ്ക്. ഓക്കെ, മുദ്ര എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ബാങ്ക് എന്നുള്ളതാണ്. അതിനെയാണ് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഹിളാ ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്, മുദ്ര ബാങ്ക്. ഇനി അത് ഓരോന്നും എന്താണെന്നുള്ളതാണ്. 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഓക്കെ, 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഏത്? ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത്. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നുള്ളതാണ് മുദ്രാവാക്യം. ആരംഭിച്ചത് എപ്പോഴാണ്? 2013 നവംബറിലാണ് ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിക്കുന്നത്.
ഇനി എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഈ ബാങ്ക് വായ്പ നൽകുന്നത് കൂടുതലും വനിതകൾക്കായിരുന്നു. ഓക്കെ, എല്ലാ ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നു, വായ്പകൾ കൂടുതലായിട്ട് നൽകുന്നത് ആർക്കായിരിക്കും? വനിതകൾക്കായിരിക്കും. അതാണ് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. വായ്പകൾ കൂടുതലായിട്ട് നൽകുന്നത് ആർക്കാണ്? വനിതകൾക്കാണ്. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ എന്താണ്? SBIയിൽ ലയിക്കപ്പെട്ടു. അല്ലേ, SBIയിൽ ലയിപ്പിക്കപ്പെട്ട ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത്. കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെന്റ് ബാങ്കുകൾ. പേയ്മെന്റ് ബാങ്കുകൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാരതീയ മഹിളാ ബാങ്കിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. ആരംഭിച്ചത് 2013 നവംബറിലാണ്. എന്താണ് അതിൻ്റെ വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നുള്ളതാണ് മുദ്രാവാക്യം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ വായ്പകൾ നൽകുന്നത് കൂടുതൽ ആർക്കായിരിക്കും? വനിതകൾക്കായിരിക്കും. അതുപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ എന്താണ്? SBIയിൽ ലയിപ്പിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക തന്നെ വേണം. അടുത്തത് പേയ്മെന്റ് ബാങ്കുകൾ. പേയ്മെന്റ് ബാങ്കുകൾ എന്താണ്? കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ടവയാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഇവ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും നൽകുന്നില്ല. ഓക്കെ, ബാങ്ക് നൽകുന്ന മുഴുവനായിട്ടുള്ള സേവനങ്ങളൊന്നും നൽകുന്നില്ല. ഇവയുടെ സവിശേഷത, പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷത എന്താണെന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, 1 ലക്ഷം രൂപ വരെ മാത്രമേ അവിടെ നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശയാണ് നൽകുന്നത്. ഇവ വായ്പ നൽകുന്നില്ല. ഓക്കെ, 1 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം, പക്ഷെ എന്ത് നൽകുന്നില്ല? വായ്പ നൽകുന്നില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും. ഓക്കെ, ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. ഓക്കെ, ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യില്ല? നൽകില്ല. അപ്പോൾ ബാങ്കിൻ്റേതായിട്ടുള്ള കുറേ അധികം സേവനങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ല. കാരണം ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ നിക്ഷേപവും ഉണ്ട്, വായ്പകൾ നൽകലും ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്? 1 ലക്ഷം രൂപ വരെ മാത്രമേ നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. വായ്പകൾ എന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശയാണ് നൽകുന്നത്. ബാങ്ക് ഇടപാടുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കുന്നുണ്ട്. ഡെബിറ്റ് കാർഡ് നൽകും, പക്ഷെ ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. അപ്പോൾ അതാണ് എന്ത്? പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബാങ്കാണ് മുദ്രാ ബാങ്ക്. അപ്പോൾ ചെറുകിട വായ്പ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. മുദ്രാ ബാങ്ക് ആർക്കൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്? ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഓക്കെ, സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നമ്മളെല്ലാം പഠിച്ചു അല്ലേ. ഇവയ്ക്ക് പുറമെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ ബാങ്കും ഉണ്ട്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ട്. അതിൽ ബാങ്കുകളിൽ നമ്മൾ വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ പഠിച്ചു. സവിശേഷ ബാങ്ക് അല്ലേ, അതെല്ലാം നമ്മൾ പഠിച്ചു. അതിന് എക്സാമ്പിൾ പഠിച്ചു, അവയുടെ സവിശേഷതകൾ പഠിച്ചു. ദെൻ മുദ്രാ ബാങ്ക് പഠിച്ചു, പേയ്മെന്റ് ബാങ്ക് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കുക, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ധനകാര്യ രംഗത്താണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ എന്താണ്? ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും അവിടെ നിർവഹിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാങ്കുകൾ ചെയ്യുന്നത് പോലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പകൾ നൽകുകയും അങ്ങനെയുള്ള അടിസ്ഥാന ധർമ്മങ്ങൾ ഇവ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ,
മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കിൽ ലഭിക്കുന്നത് പോലെ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനോ മെയിൽ ട്രാൻസ്ഫർ നടത്താനോ ലോക്കർ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ലഭ്യമല്ല. ഓക്കെ, ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ ലഭ്യമല്ല. നിക്ഷേപങ്ങൾ നടത്തുകയും വായ്പകൾ നൽകുകയും ഒക്കെ ചെയ്യാം, പക്ഷെ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ പറ്റില്ല, മെയിൽ ട്രാൻസ്ഫർ ഇല്ല, ലോക്കർ സംവിധാനങ്ങളും ഇല്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനവുമാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് പറയുന്നത്. 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ നടത്തുന്ന പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു. ഓക്കെ, ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുന്നു, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികൾ നടത്തുന്നു. ഓക്കെ, അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ്. ഇത് ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് സവിശേഷതകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ എന്ന് പറയുന്നത്? ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നുണ്ട്, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നുണ്ട്, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുന്നുണ്ട്, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികൾ നടത്തുന്നു. ഓക്കെ, അപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, KSFE എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ്. അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോക്കുക, മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ്. ഓക്കെ, ഒരു നിക്ഷേപ മാർഗമാണ് എന്ത്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. ഓക്കെ, സാധാരണക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു പരിമിതി മറികടക്കാൻ സഹായിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട് സംവിധാനം എന്ന് പറയുന്നത്. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഓക്കെ, നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ച് എന്ത് ചെയ്യുന്നു? ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് എന്ത് ചെയ്യുന്നു? വീതിച്ച് നൽകുകയും ചെയ്യുന്നു. ഓക്കെ, നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങളിലും അടിസ്ഥാന വികസന മേഖലയിലും നിക്ഷേപിക്കും. അതിലൂടെ ലഭിക്കുന്ന ലാഭമായാലും നഷ്ടമായാലും അത് എന്ത് ചെയ്യും? നിക്ഷേപകർക്ക് വീതിച്ച് നൽകും. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI എന്ന് പറയുന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, LIC എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്. അതുപോലെ തന്നെ SBI മ്യൂച്വൽ ഫണ്ട് എന്നിവ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവയെല്ലാം പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഓക്കെ, സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എവിടെയാണ്? 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. ഓക്കെ, 1818 കൊൽക്കത്തയിലാണ് എന്ത് സ്ഥാപിക്കുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കുന്നത്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇന്ന് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC എന്ന് പറയുന്നത്.
അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇൻഷുർ ചെയ്യാവുന്നവ എന്തിനൊക്കെയാണ് ഇൻഷുർ ചെയ്യാൻ പറ്റുക? വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങൾ. ഓക്കെ, ഇതിനൊക്കെ എന്ത് ചെയ്യാം? ഇൻഷുർ ചെയ്യാവുന്നവയാണ്. അടുത്ത ബാങ്കിതര സ്ഥാപനമാണ് മൈക്രോ ഫിനാൻസ്. നോക്കുക, സാധാരണക്കാർക്ക് ലഘുവായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യം. എന്താണ്? സാധാരണക്കാർക്ക് ലഘുവായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യം. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ഓക്കെ, മൈക്രോ ഫിനാൻസ് നൽകുന്ന വായ്പാ സഹായം എന്തിനാണ് സഹായിക്കുന്നത്? സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, കുടുംബശ്രീയും പുരുഷ സ്വയം സഹായ സംഘങ്ങളും എന്തിന് ഉദാഹരണമാണ്? മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കാം. ഓക്കെ, നോക്കാം. വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. ഓക്കെ, കുടുംബശ്രീയൊക്കെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് മൈക്രോ ഫിനാൻസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ സ്ത്രീകൾ, പുരുഷന്മാർ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഇത് സാധാരണയായി 20 അംഗങ്ങളിൽ കൂടാറില്ല. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ നൽകുന്നു. ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകൾ നൽകുന്ന വായ്പകളുമാണ് ഇവയുടെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. ഈ തുക ആവശ്യമുള്ള അംഗങ്ങൾക്ക് എന്ത് നൽകുന്നു? വായ്പയായി നൽകുന്നു. ഇപ്പോൾ കുടുംബശ്രീയൊക്കെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പറ്റും. ഓക്കെ, മൈക്രോ ഫിനാൻസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ മൂലധനം ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ധാരാളം ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. പ്രാദേശിക പണമിടപാടുകാരിൽ നിന്നും പാവപ്പെട്ടവരെ രക്ഷിക്കാൻ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നു. കേരളത്തിൽ ഈ സംഘങ്ങൾ നടത്തുന്ന ചില യൂണിറ്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? അച്ചാർ പലഹാര യൂണിറ്റുകൾ, സോപ്പ്, വാഷിംഗ് പൗഡർ യൂണിറ്റുകൾ, ഹോട്ടൽ, DTP സെന്ററുകൾ, ഇങ്ങനെയുള്ളതെല്ലാം ഇതുപോലുള്ള ഓരോ ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നതാണ്. ഒരു മൈക്രോ സംരംഭം ആരംഭിക്കുന്നതിനും ഉപദേശം നൽകുന്നതിനും നാം എന്തെല്ലാം അറിവും നൈപുണ്യവും നേടിയിരിക്കണം? ഇതിനായി ഒരു പ്രായോഗിക പ്രവർത്തനം നടത്താം. അത് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട്, സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മുകളിൽ നൽകിയ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അറിവും നൈപുണ്യവും നേടിയാൽ മൈക്രോ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദേശം നൽകുന്ന മൈക്രോ ഫിനാൻസ് കൺസൾട്ടൻ്റായി ഭാവിയിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 ചാപ്റ്ററോളം ഉണ്ടായിരുന്നു.